ഹലോ ആൻഡ് വെൽക്കം ടു ഓൾ ഗെയിമേഴ്സ്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഈ ഗെയിമിന്റെ പേര് പ്ലേയിങ് ഡോട്ട് ഇൻ. ഇത് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെവൽ ലക്ഷ്യം എന്താന്ന് വെച്ചാല് നമുക്കൊരു ബാക്ടീരിയ കിട്ടും, അതിനെ ഡെവലപ്പ് ചെയ്ത് ലോകത്തെ എല്ലാവരെയും കൊന്നാളെ. ഞാൻ പറഞ്ഞല്ലോ, ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ് ഈ ഗെയിം. നമുക്ക് എന്തായാലും ഒന്ന് കളിച്ചു നോക്കാം. ഈ മെയിൻ ഗെയിം നമുക്കിപ്പോൾ അൺലോക്ക് ആയിട്ടിരിക്കുന്ന ബാക്ടീരിയ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഓരോ ഗെയിം ജയിക്കുന്നതോറും വേറെ ഓരോ വൈറസ്, ഫംഗസ്, പാരസൈറ്റ് അങ്ങനെ കുറെ അൺലോക്ക് ആകും. നമുക്കിപ്പോ ബാക്ടീരിയ വെച്ച് തുടങ്ങാം. ഓക്കെ, ഫ്രൂട്ട് റേറ്റ് നോട്ടി. ഓക്കെ, ഞാൻ ഇതിന്റെ ഇട്ടുന്ന പേര് ടിക്ടോക്ക്. നമുക്ക് ഇഷ്ടമുള്ള പേരിടാം. ഒരു ബാക്ടീരിയ ആയതുകൊണ്ട് ടിക്ടോക്ക് എന്നിടാം. ഓക്കെ, ഇതിനകത്ത് ജീൻസ് മോഡിഫൈ ആയിരുന്നൊന്നും അറിയത്തില്ല. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. സ്റ്റാർട്ട്. ഓക്കെ, നമ്മൾ UIയിലേക്ക് എത്തിക്കുവാണ്. ഇത്തിരി സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. നമുക്ക് ഈ ബാക്ടീരിയനെ എവിടെയെങ്കിലും തുരക്കണം. നമുക്ക് ആദ്യം ഇന്ത്യ വേണോ ചൈന ഇരുന്നോക്കാം. കോവിഡൊക്കെ ചൈനയുടെ സ്പോൺസർഷിപ്പ് അല്ലേ. ഇപ്പൊ ഒരു പുതിയൊരു വൈറസും കൂടെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എന്താവുന്നൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും ടിക്ടോക്കിനെ പിടിച്ച് ചൈനയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ആൾക്കാർ ഇത് വെച്ച് ഇൻഫെക്റ്റ് ആവണം. അപ്പൊ കുറെ പേര് ഇൻഫെക്റ്റ് ആവുമ്പോൾ നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാനുള്ള DNA പോയിന്റ് കിട്ടും. ഇപ്പൊ കിട്ടിയ പോലെ ആ ഓറഞ്ച് ബബിൾ മൂവ് ചെയ്ത് നമുക്ക് കുറച്ച് പോയിന്റ് കിട്ടി. ഇനി ഈ പോയിന്റ് വെച്ചാണ് നമ്മൾ ഇതിലെ മാറ്റങ്ങൾ വരുത്തുന്നത്. ഇപ്പൊ വൈറസ് എങ്ങനെ പകരും എന്നുള്ളതാണ് ഈ ട്രാൻസ്മിഷൻ. വെള്ളത്തിലൂടെ ഉണ്ട്, മൃഗങ്ങൾ വഴി, പക്ഷി വഴി, അങ്ങനെ ഓരോ ഓപ്ഷൻ ഉണ്ട്. പിന്നെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാകുന്ന അസുഖങ്ങൾ. നമുക്കിപ്പം തന്നെ ഫസ്റ്റ് തന്നെ കഫിങ് ഇടാം, അതായത് ചുമച്ച് അത് അടുത്തുള്ളവരിലേക്കൊക്കെ പകരാനുള്ള ഇതില്. പിന്നെ ലാസ്റ്റ് ആയിട്ട് എബിലിറ്റി ടാബാണ്. അതിനകത്ത് ഇപ്പൊ തണുപ്പില് സർവൈവ് ചെയ്യാം, ചൂടുള്ള സർവൈവ് ചെയ്യാം, അതുപോലെ ഈ മരുന്നുകളോട് ഇത് പ്രതികരിക്കാതിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയിടാം ഇതിനകത്ത്. ചൈനയിൽ ഇപ്പൊ 5 പേര് ഇൻഫെക്റ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഒക്കെ ഇതിന്റെ പ്രോഗ്രഷൻ ഭയങ്കര സ്ലോ ആയിരിക്കും. 1, 2 അങ്ങനെ 3, 4 അങ്ങനെ പറഞ്ഞ ആൾക്കാരെ ഇൻഫെക്റ്റ് ആവുള്ളൂ. പിന്നെ ഗെയിം പോകെ കുറെ പേര് ഇൻഫെക്റ്റ് ആവും. അപ്പം പോകുന്നതോറും നമുക്കിത് കുറച്ചുകൂടി ഹാർഡായിട്ട് വരും കളിക്കാനായിട്ട്. നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. ഈ വൈറസ് ഒക്കെ ഒന്ന് സ്പ്രെഡായി നമുക്ക് കുറച്ച് പോയിന്റ് ഒക്കെ കിട്ടണം. ഓക്കെ, നമുക്ക് ട്രാൻസ്മിഷനില് എയർ വഴി ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അതായത് വൈറസ് എയർ വഴി, അതായത് ചുമച്ചു തുപ്പുമ്പോൾ അത് വായു വഴി മറ്റുള്ളവരിലേക്ക് പകരും. അത് ഇവോൾവ് കൊടുക്കും. പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തുമ്മലിൽ കൂടെ ഇത് വ്യാപിപ്പിക്കാം, കുറച്ചുകൂടി പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട്. ബാറ്ററി ഒക്കെ തീർന്നു. ട്രാൻസ്മിഷൻ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യാം. പോയേനെ. ഓക്കെ, നമ്മളിപ്പോ ഈ റെഡ് കണ്ടാണ് അത് ഫ്ലൈറ്റ് പിടിച്ച് ഓസ്ട്രേലിയയിലെത്തി. ഇപ്പൊ പുതിയ രാജ്യത്ത് ചെല്ലുമ്പോൾ കുറച്ചുകൂടി നമുക്ക് പോയിന്റ് കിട്ടും. ഇനി ഇത് ചൈനയിൽ നിന്ന് ഓസ്ട്രേലിയ എത്തി. ഇനി ഓസ്ട്രേലിയ ഭാഗത്തുനിന്ന് നമുക്ക് കുറച്ചുകൂടി പോയിന്റ്സ് കിട്ടും. ഇങ്ങനെ പോർട്ട് വഴി അതുപോലെ എയർപോർട്ട് വഴിയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് ഇത് പകരുന്നത്. ഇനി ന്യൂസ് ടാബില് നമ്മുടെ വൈറസിനെ ആൾക്കാർ എങ്ങനെ കാണുന്നത് നോക്കാം. അതായത് ഇപ്പം ഒരു ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള വൈറസിനെ ആദ്യം തന്നെ
ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ഉണ്ടാക്കിയാൽ ഇത് പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കും. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിച്ച് അതിനുള്ള ക്യൂർ ഉണ്ടാക്കാൻ നോക്കും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം ഭയങ്കരമായിട്ട് സിംറ്റംസ് കുറച്ച് വെച്ച് പിന്നെ ലാസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് സിംറ്റംസ് കൂട്ടണം, പെട്ടെന്ന് ഇവോൾവ് ആക്കണം. അങ്ങനെയാണ് കുറേ പേര് പെട്ടെന്ന് കൊല്ലാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഈവൻ വില്ലനായിട്ട് തോന്നുന്നുണ്ടാവും. ഒക്കെ നമ്മൾ TB അതായത് ട്യൂബർകുലോസിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇൻഫെക്ട് ചെയ്ത കഴിഞ്ഞു ഓൾറെഡി. അത്ര 10 മില്യൺ ആൾക്കാർ ഇൻഫെക്ട് ചെയ്തിട്ടും. ഓക്കെ, നമുക്കൊരു മെസ്സേജ് വന്നു. അപ്പോൾ ഓസ്ട്രേലിയയിലെ മെഡിസിന് ഇത് വ്യാപനം കുറയ്ക്കുന്നു. ഈ ഡ്രഗ് റെസിസ്റ്റൻസ് എടുത്താൽ റിച്ച് ആയിട്ടുള്ള കൺട്രീസിൽ ഇത് പടർന്നു പിടിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഈ ഡ്രഗ് റെസിസ്റ്റൻസ് ഇട്ടാലേ റിച്ച് ആയിട്ടുള്ള കൺട്രിയിൽ അവരുടെ മെഡിസിനൊക്കെ ഇത്തിരി എബോവ് ആയിട്ട് നമ്മുടെ എല്ലാവരെയും കൊണ്ടെത്തും. ഇത് പടർന്നു തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം. ട്രാൻസ്മിഷൻ വെള്ളത്തിലും കൂടെ പകരുന്നേക്കാം. അതായത് ഇപ്പം ഷിപ്പിലൊക്കെ പോകുമ്പോൾ ഈ ഷിപ്പൊക്കെ പോണ കണ്ടില്ല, അങ്ങനെ പോകുന്നതിന്റെ കൂടെ നമ്മുടെ ബാക്ടീരിയ പൊക്കോളും. ഈ വേൾഡിന്റെ സൈഡില് ഡെത്ത് എന്ന് പറഞ്ഞ കണ്ടില്ലേ, 4000 പേര് ഓൾറെഡി മരിച്ചു. നമ്മുടെ ബാക്ടീരിയ കൊണ്ടാണെന്നില്ല, ബാക്കി കാരണങ്ങൾ കൊണ്ടും ആൾക്കാർ മരിക്കാം. എന്തായാലും നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരെയും കൊല്ലാൻ ആണ് നമ്മുടെ ലക്ഷ്യം. ഒരു റെസിസ്റ്റൻസ് 26.8. നമ്മളിപ്പോ ജസ്റ്റ് ഒരു ചുമയും തുമ്മലും ആയതുകൊണ്ടാണ് ആരും ശ്രദ്ധിക്കാത്ത. ഇപ്പൊ ആരെ അങ്ങനെ കൊന്നു തുടങ്ങിയിട്ടില്ല, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കൊന്നു തുടങ്ങും. അയ്യോ, ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. ചൈനയിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചു, ഹാനിയിലായിരിക്കും. എന്താ ക്ലൈമറ്റ് പ്രൊട്ടക്ഷൻ സിംറ്റംസിലൊന്നും ചെയ്യണം. ഈ വൈറസ് ഇങ്ങനെ പോയി നമ്മളോട് പറയാണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ച് മ്യൂട്ടേറ്റ് ആവും. അപ്പൊ അതിന്റെ ശക്തി കൂടും. ചിലപ്പോ നമുക്ക് ഉപകാരമായിരിക്കും, ചിലപ്പോ പണിയാകും. ഓക്കെ, ചൈനയിൽ ആദ്യത്തെ ആള് മരിച്ചു. നല്ലതല്ല അത്, കാരണം നമ്മുടെ വൈറസ് അങ്ങനെ സ്പ്രെഡായി തുടങ്ങിയിട്ടില്ല ശരിക്കും. അടിപൊളി, ചൈന നമ്മളെ തോപ്പിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആൾക്കാർ നന്നായിട്ട് മരിച്ചു തുടങ്ങുന്നുണ്ട്. കാനഡയിലും എത്തി. ജോലി തേടി പോയതായിരിക്കും, ഇവിടെ ജോലിയൊന്നും കിട്ടാത്തത്. കൊറിയയും കൂടെ റിസർച്ചിന്റെ പരിപാടിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ശത്രുക്കൾ കൂടി വരിക. ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയാ? ഇന്ത്യയിലും 2 ലക്ഷം പേര് അഫക്റ്റ് ആയിട്ട്. അത് 2% ക്യൂർ ആയിട്ടുള്ളൂ. അപ്പൊ ആരും അങ്ങനെ നോട്ടീസ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഇത്തിരി DNA പോയിന്റ് കൂട്ടി വെക്കുവാണ്. കാരണം ലാസ്റ്റ് ഇവന്
നല്ല പവർഫുൾ കൊടുക്കണം നമുക്ക് എല്ലാവരെയും കൊന്നു കൊടുക്കാനായിട്ട്. അത് നമുക്ക് ഇത്തിരി ശാന്തമായിട്ടിരിക്കാം. അടിപൊളി. ജപ്പാൻ എയർപോർട്ടൊക്കെ ഷട്ട് ഡൗൺ ചെയ്തു. ഈ ഗ്രീൻലാൻഡിലേക്ക് സാധനം എത്താൻ നല്ല പാടാണ്. ഈ വേണ്ടി വെള്ള കളർ കാണി അവിടേക്ക് വൈറസ് എത്താൻ നല്ല പാടാണ്. അവിടെയാണ് മിക്കപ്പോഴും നമുക്ക് തോൽവി സംഭവിക്കുന്നത്. ഓക്കെ, സാധാ തുമ്മിപ്പനിയേക്കാളും കൂടുതൽ ആൾക്കാരെ ഇൻഫെക്ട് ചെയ്തിട്ടുണ്ട്. എത്ര പേരായി? 1 ബില്യൺ ആൾക്കാരെ ഇൻഫെക്ട് ചെയ്തു. ഓക്കെ, ടിക്ടോക്ക് വാച്ച് ലിസ്റ്റ് അതിൽ പുതിയ കാര്യങ്ങളുണ്ട്. ട്രാൻസ്മിഷൻ കുറച്ചുകൂടി ശക്തമാക്കും. കൊതുക്, എലി, വെള്ളത്തിൽ കൂടെ പോയിന്റൊക്കെ എത്തിയിരിക്കുന്നു. എല്ലാ രാജ്യവും എത്തിയെന്ന് തോന്നുന്നു. പിന്നെ ഈ ക്യൂർ റിസർച്ച് നമ്മളൊന്ന് പേടിക്കണം. കാരണം ഇത് എല്ലാവരിലും എത്തിയാൽ പിന്നെ പെട്ടെന്ന് ക്യൂർ കണ്ടുപിടിക്കാൻ. ഇന്ത്യ ഒക്കെ കണ്ട ചുമന്ന്. ഇന്ത്യയിൽ തന്നെ 1 ബില്യൺ ആൾക്കാർ അഫക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ 4 ബില്യൺ ആയി. പുതിയ മ്യൂട്ടേഷൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വന്നത് ഇത്തിരി പണിയാണ്. കാരണം ടോട്ടൽ ഓർഗൻ ഫെയിലിയർ അപ്പൊ തന്നെ ആള് ചത്തുപോകും പെട്ടെന്ന്. കുറച്ച് ക്ലൈമറ്റിനെ ചെറുക്കാനുള്ള പിന്നെ ഇത്തിരി ക്യൂർ കണ്ടുപിടിക്കണേ കുറയ്ക്കാം. അതിന്റെ സ്പീഡ് നമുക്ക് കുറയ്ക്കാം. ടിക്ടോക്ക് ഈസ് കില്ലിംഗ് വെരി ഫാസ്റ്റ്. യെസ്, ഓഫ് കോഴ്സ്. കണ്ടു, ഇതുവരെ ഗ്രീൻലാൻഡിലേക്ക് എത്തിയിട്ടില്ല. ഈ ഫുൾ ഐസ് എറിഞ്ഞ് വെള്ള കളർ കിട്ടുന്ന സാധനത്തിന് എന്തിനാ ഗ്രീൻലാൻഡ് എന്ന് വിളിക്കുന്നത്? അതെ, എത്തി. ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. സമയമായി. ഈ പ്ലേഗും ചിക്കൻ ബോക്സും പോലുള്ള എന്തെങ്കിലും വ്യാരകമായിട്ടുള്ള സാധനം ഓക്കെ. ഗ്ലോബൽ റിസർച്ച് എല്ലാവരും ഇത് ക്യൂർ ചെയ്യാനുള്ള പരിപാടിയിലാണ്. നമുക്ക് ക്യൂർ ഒന്ന് പ്രോട്ടാക്കാം. സ്മോൾ പോക്സിനേക്കാളും ആൾക്കാരെ കൊണ്ട് ബോമാസിട്ട് പിന്നെ ക്യൂർ തന്നെ ഒക്കെ നമ്മൾ പൊട്ടിച്ചാണ്. ക്യൂറിങ് സ്ലോ, വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സ്ലോ ആവുന്നേ ഉള്ളൂ. ഓക്കെ, പെട്ടെന്ന് ജർമ്മനിയുടെ പടുക്കൂറ്റനിടയിൽ ഇതിലൊക്കെ ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇനി ഇഷ്ടം പോലെ ആൾക്കാർ ബാക്കിയുണ്ട്. ഇത് ഇൻഫെക്റ്റ് ആയ ആൾക്കാരെ പൊട്ടേന്ന് കൊന്നോണ്ടിരിക്കും. അതുകൊണ്ട് പുതിയ ആൾക്കാർക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇൻഫെക്റ്റ് ആവാനുള്ള ടൈം കിട്ടണം. US പ്രസിഡന്റിന് വരെ കിട്ടി. ട്രംപിന്റെ ഒരു തീരുമാനം. നമ്മൾ തോറ്റുന്നതാണ്.
പ്രതീക്ഷയില്ല ഗ്രീൻലാൻഡ് ഇത്രയും അഫക്റ്റ് ആവും. പക്ഷെ ആഫ്രിക്ക നമുക്ക് മിസ്സായി. ട്രാൻസ്മിഷൻ ഒന്നുകൂടി ശക്തമായിട്ട് നോക്കിയാലും കുറച്ചുകൂടി അവിടെ ഇവിടെ ആയിട്ട് പരന്ന് പിടിക്കുന്നുണ്ട്. ഏതോ ഗവൺമെന്റ് വീണല്ലോ താഴെ ഓക്കെ. ക്യൂർ ഏകദേശം കംപ്ലീറ്റ് ആണ്. ക്യൂർ 100% ആയ അപ്പൊ തന്നെ ഗെയിൻ തീരും. പിന്നെ ഇതിന്റെ വേറൊരു വേർഷൻ കൂടെയാണ്. അതിപ്പോ നമുക്കൊരു ബാക്ടീരിയ ഇറങ്ങി നമ്മൾ അതിന്റെ പുറമെ നടന്ന് അതിനെ ക്യൂർ ചെയ്യണം. അങ്ങനെ ഒരു ഗെയിമും ഈ സെയിം കമ്പനി ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് എത്ര പേര് ബാക്കിയുണ്ടെന്ന് 6 ബില്യൺ ആൾക്കാരാണ്. എല്ലാവരും ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം പോയിന്റുകളൊന്നും കിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് കഴിക്കണം. ആഫ്രിക്ക ഈ ഒരു ഭാഗം വെസ്റ്റ് ആഫ്രിക്ക, ഇന്ത്യയിലായിരിക്കും. ഇന്ത്യയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. 27 മില്യൺ ആൾക്കാരും കൂടെ ഉണ്ട്. ചൈനയിലാണ് എല്ലാം തുടങ്ങിയത്. അവിടെ 13 മില്യൺ ആൾക്കാരും കൂടി ബാക്കി. ഓക്കെ, എല്ലാവരും ആൾക്കാരെ കത്തിക്കാൻ സ്ഥലമില്ലാണ്ട് കഷ്ടപ്പെടുക. ഇന്ത്യയില് 4 മില്യൺ ആൾക്കാരും കൂടെ ഉള്ളു. ഇവിടെയാണ് ഇത്തിരി പച്ചപ്പ് കാണാനുള്ളത്. ഇൻഫെക്റ്റ് ആവണേക്കാളും ഫാസ്റ്റ് ആയിട്ട് ആൾക്കാരെ കൊന്നോണ്ടിരിക്കും. ഈ ഒരാൾക്ക് അസുഖം പിടിക്കണം, അപ്പൊ തന്നെ ഡെഡ് ആവണം. വേറെ ആൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഗ്യാപ്പില്ല. അതാണ് നമ്മൾ പറഞ്ഞ ഈ റാൻഡം ആയിട്ട് കുറച്ച് മ്യൂട്ടേഷൻസ് വരും. അത് ചിലപ്പോൾ നമ്മുടെ തോൽവിക്ക് കാരണമാണ്. അപ്പൊ കുറച്ച് ലക്കും കൂടെ വേണം ഈ ഗെയിം ജയിക്കാനായിട്ട്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ക്യൂർ ഇങ്ങനെ സ്റ്റോപ്പ് ആവും. അങ്ങനെ ഒരു ഉപകാരമാണ്. കാരണം ക്യൂർ കണ്ടുപിടിക്കാൻ ആൾക്കാർ വേണ്ടി ബാക്കി എല്ലാവരും ഒന്ന് കിടന്ന്. ഓക്കെ, ഇപ്പൊ 99% ആൾക്കാരെ നമ്മൾ കൊന്നു. അതിന് 25 മില്യൺ ഇനിയും എഫക്റ്റ് ആവാനുണ്ട്. ഇത് 23 മില്യൺ ആൾക്കാർ ഇപ്പൊ എഫക്റ്റ് ആയിട്ടുണ്ട്. ചൈനയിലൊന്നും ആരും ബാക്കിയില്ല. ഇന്ത്യയിലും ആരും ബാക്കിയില്ല. പാകിസ്ഥാന്റെ കാര്യം അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാനിൽ പാകിസ്ഥാനിൽ ഇനി 9,000, 86,000. കുറഞ്ഞോട്ടെ. ഇവിടെയൊക്കെ തീർന്നു. തൊരപ്പൻ ഇതെവിടെ പോയി? എന്തായാലും നമുക്കിനി ഒന്നും ചെയ്യാനില്ല. നമുക്കിനി പോയിന്റ് ഒന്നും അധികം കിട്ടൂല. ട്രാൻസിഷനിൽ ഇതും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണമായിരുന്നു. ഇത് വെള്ളത്തിൽ കൂടെ വായുവിലൂടെ ഒരുമിച്ച് വരാനുള്ള പരിപാടി. പെട്ടെന്ന് ഇൻഫെക്ടിവിറ്റി കൂടും. ഇവിടെയാണ് നമ്മള് പരാജയപ്പെട്ടത്. ബോട്സ്വാനയില് 24% ആൾക്കാർ, 25% ആൾക്കാർ രക്ഷപ്പെട്ടു. കാരണം ലാസ്റ്റ് വന്നപ്പോൾ എല്ലാവരെയും ഇൻഫെക്ഷൻ പട്ടപ്പെട്ടാന്ന് കൊല്ലാൻ തുടങ്ങി. അപ്പം
ലാസ്റ്റ് ഇൻഫെക്റ്റ് ആയ കൺട്രികളിലൊന്നും ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്റ്റ് ചെയ്യാണ്ട് മരിച്ചു വീഴും. ഓക്കെ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തീരുമ്പോഴത്തേക്കും നമ്മുടെ ഗെയിം എൻഡ് ആവും. പിന്നെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ചിലവർ രക്ഷപ്പെട്ടു, നമ്മൾ തോറ്റു.